നമസ്കാരം. ഇന്ന് നമ്മൾ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും ഒരുപാട് ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ദിവസമാണ് T20 വേൾഡ് കപ്പ് ഫൈനൽ. ഇന്ത്യൻ ടീം വീണ്ടും ഒരു ലോകകപ്പ് ഫൈനൽ. ഇതൊരു ടീമിൻ്റെ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ സ്വപ്നമാണ്. ഈ ലോകകപ്പിൽ ടീം ഇന്ത്യ കാണിച്ച പ്രകടനം സാധാരണമായിട്ടുള്ള ഒന്നല്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ അഭിമാനം സഞ്ജു സാംസൺ. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ സഞ്ജു കളിച്ച ഇന്നിങ്സ്, അത് അത്രയും പ്രഷറുള്ള മാച്ചിൽ അത് വെറും റൺസ് മാത്രമായിരുന്നില്ല, അതൊരു ക്ലാസ് ആയിരുന്നു, ആത്മവിശ്വാസമായിരുന്നു, ഇന്ത്യൻ ടീമിൻ്റെ കരുത്തായിരുന്നു. അതുപോലെ തന്നെ സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇന്നിങ്സ് ഒരു ബാറ്റ്സ്മാൻ എങ്ങനെ മാച്ച് കൺട്രോൾ ചെയ്യണം എന്ന് ലോകത്തിന് കാണിച്ചു തന്നു. ബോളിങ്ങിൽ വന്നാൽ നമ്മുടെ ബുംറ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബോളർമാരിൽ ഒരാൾ. പ്രഷർ സിറ്റുവേഷനിൽ പോലും അവൻ എറിഞ്ഞ ഓരോ ഓവറും മാച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഹാർദിക് പാണ്ഡ്യ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ടീമിനെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ മാച്ച് വിന്നർ. ഇന്നൊരു കാര്യം മാത്രം പറയാനാണ് ഈ വീഡിയോ. ടീം ഇന്ത്യ ദയവായി പ്രഷർ ഒന്നും എടുക്കണ്ട, നിങ്ങൾ ക്രിക്കറ്റ് ആസ്വദിച്ച് കളിച്ചാൽ മാത്രം മതി. കാരണം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ടീം പ്രഷർ ഇല്ലാതെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് കളിച്ചാൽ ലോകത്തിലെ ഒരു ടീമിനും ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ല. ജയിച്ചാലും തോറ്റാലും ഞങ്ങളെപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കാണും. കാരണം നിങ്ങൾ വെറും കളിക്കാരല്ല, 140 കോടി ഇന്ത്യക്കാരുടെ അഭിമാനമാണ്. നിങ്ങൾക്കിന്ന് ജയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കരിയർ അവസാനിച്ചു എന്ന് കരുതിയിടത്ത് നിന്ന് ജയിപ്പിച്ച് തിരിച്ചുകൊണ്ടുവന്ന സഞ്ജുവിന് വേണ്ടി ജയിച്ചേ പറ്റൂ. ഒരുപാട് മത്സരങ്ങൾ നമ്മളെ ജയിപ്പിച്ച അഭിഷേകിനും വരുണിനും വേണ്ടി നിങ്ങൾ ജയിച്ചേ പറ്റൂ. തീർന്നു എന്ന് കരുതിയിടത്ത് നിന്ന് സ്ഥാനം തിരിച്ചു പിടിച്ചെത്തിയ ഇഷാൻ കിഷന് വേണ്ടി ജയിച്ചേ പറ്റൂ. കൂകിവിട്ട ഗ്രൗണ്ടിനെ കൊണ്ട് കൈയടിപ്പിച്ച ഹാർദിക്കിന് വേണ്ടി ജയിച്ചേ പറ്റൂ. എറിഞ്ഞു പിടിക്കുന്ന ബുംറയ്ക്ക് വേണ്ടി ജയിച്ചേ പറ്റൂ. പിന്നെ ടീമിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് വേണ്ടി ജയിച്ചേ പറ്റൂ. ഇന്ത്യൻ ടീമിന് എല്ലാ ആശംസകളും. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.